നമുക്ക് ബുർദ ചൊല്ലണം. അതിനിടക്ക് ഒരു ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യാനുണ്ട്. കൂടാതെ ഒന്നിരായ പേരോട് ഉസ്താദ് നടത്തുന്ന സ്ഥാപനം നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും. കൊല്ലങ്ങളായിട്ട് വഅദ് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ വേദികളിലും നമ്മൾ കാണുന്ന, മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിൻ്റെ വഴികൾക്ക് കാരണമായ ഒന്നിരായ പേരോട് ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നൽകട്ടെ. ഓരോ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി നിങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്. ആ വിദ്യാർത്ഥിയുടെ കൈവശം സിറാജുൽ ഹുദക്ക് തന്നെയാണിത്, മൂപ്പർക്കൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കഴിയുന്ന സംഭാവന കൊടുത്തിട്ട് ഇത് വാങ്ങിക്കുക. പല ദിക്റുകളുമുണ്ട്, നേരം പുലർന്നാൽ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്നതും അതുപോലെ തന്നെ മറ്റുള്ള സമയങ്ങളിൽ ചൊല്ലുന്ന പല ദിക്റുകളിലും ഇതിലുണ്ട്. നിങ്ങൾ സിറാജുൽ ഹുദക്ക് വേണ്ടിയിട്ട് അത് വാങ്ങുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലേ, സിറാജുൽ ഹുദക്കല്ലേ ഇതിൻ്റെ പിരിവ്? വ്യക്തിൻ്റെ അല്ലല്ലോ അല്ലേ? ആയിക്കോട്ടെ. അല്ല, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പറയണേ ഇൻഷാ അല്ലാഹ്. ಕರ್ನಾಟಕ ರಾಜ್ಯ ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ಸ್ ಫೆಡರೇಷನ್ SSF ഇതിലെ ഒരു അംഗസംസ്ഥയായിട്ട് റീഡ് പ്ലസ് ഇതിലെ കീഴിലുള്ള എനിക്കത്തെ ഇഷാറ പത്രികയും അതേപോലെ കുറേ ബുക്കുകൾ അടിപ്പാട്ടിട്ട് അതിലെ ഒരു പ്രകാശനം ഇവിടെ ബഹുമാനപ്പെട്ട സയ്യദ് മുസ്താഖുർ റഹ്മാൻ തങ്ങൾ ഞങ്ങളെ ജമാഅത്ത് പ്രസിഡന്റ് അമീദാക്ക് കൊടുത്തിട്ട് ഇവിടെ പ്രകാശനാക്കട് പ്രവാദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു ചരിത്ര ബുക്കായിട്ട് ബഹുമാനപ്പെട്ട MG ഹംസ സഖാഫി ഞങ്ങളെ ഇന്റർനാഷണൽ KCFയുടെ ചെയർമാനായിട്ട് ബഹുമാനപ്പെട്ട SP ഹംസ സഖാഫി ഉസ്താദ് എഴുതിയ ബുക്കായിട്ട് ആ ഒരു ബുക്കുടെ വില 75 അതേപോലെ PMK ഫൈസി ഉസ്താദ് എഴുതിയ എനിക്കത്തെ ഇസ്ലാം ചൊല്ല വിഷയം, ആ വിഷയത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള എനിക്കത്തെ ഒരു ചരിത്ര അതിലുണ്ട്. എല്ലാവരും ആ 2 ബുക്കുടെയും എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും ശേഖരിക്കണം. ആ ബുക്കുടെ വില 50 രൂപയായിട്ട്, പിന്നെ ഒരു ബുക്കുടെ വില 75 2 ബുക്കും നിങ്ങൾ എല്ലാവരും എടുത്തിട്ട് ശേഖരിക്കണം ചെന്നിട്ടു കേട്ടോളെ. ഈ ബുക്ക് പ്രകാശനാക്കണം ബഹുമാനപ്പെട്ട സയ്യദ് മുസ്താഖു തങ്ങളെയും അതേപോലെ ഞങ്ങളുടെ ജമാഅത്ത് പ്രസിഡന്റായ അമീദ് ഞങ്ങൾ ജണ്ടാലെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടുള്ള ببركة بسم الله. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഒരു 4 വരി സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ട് ബുർദ ചൊല്ലുന്നുള്ളൂ. ബിസ്മില്ലാ. പൂന്തിങ്കളൂതിച്ചു പാരിൽ പൊന്നീല പാടർന്നുവാനിൽ പുളകം ചാർത്തും തെന്നലേവാ പുണ്യറസൂലിൻ മദ്ഹ് പാടാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ല്. ലം അല്ലി മലർക്കാവിൻ്റെ ചാറ് ആലോലം പാടുന്ന കിളിയെ അകതാരിൽ ആനന്ദമേകും അംബിയ രാജാവിൽ ഉരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കടലമാലകളെ മുഴക്കൂ കാർഗുയിലേ നിൻ വീണമീട്ടു കാഞ്ചന ശോഭയിലെന്നുദിച്ച കതിനിലാവോരിൽ ഉരയ്ക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. المداد المداد
المدد يا رسول الله المدد 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 يا حبيب الله المدد 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 يا رسول الله المدد 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 يا حبيب الله ربي واجعل مجتمعنا غاية الحسن الختام أكرم الأرواح منا باللقاء خير الأنام المدد 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 يا رسول الله المدد 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 يا حبيب الله കനിവിൻ സൂര്യപ്രകാശമേ കരുണക്കടലാം തീരമേ കനിവിൻ സൂര്യപ്രകാശമേ കരുണക്കടലാം തീരമേ പാടിടാം ഞങ്ങൾ മധുകൾ കേട്ടിടണേ യാ ഹബീബ് പാടിടാം ഞങ്ങൾ മധുകൾ കേട്ടിടണേ യാ ഹബീബ് മദദ് 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 യാ റസൂലല്ലാഹ് مدد 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 يا حبيب الله مدد 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 يا رسول الله مدد 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 يا حبيب الله سيدي صاحب الحضراء أكرمنا منك بنظرة سيدي يا أبا الزهراء والقاسم وعبد الله مدد 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 يا رسول الله مدد 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 يا حبيب الله مدد 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 يا رسول الله مدد 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 يا حبيب الله يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله الحمد لله منشي الخلق من عدمه ثم الصلاة على المختار في القدم مولاي يا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم من تذكر جيران بسلامه ما زدت دمعا جرى من مقلة بدمي هبت الريح من تلقاء كظيمته وأومض البرق في ظلماء من إظامي وما لي عينيك عين قلت كفوفها متى وما لي قلبي كائن قلت استفق يا هيمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يحسب صبوا أهل الحب
رجيمي منه ومضطرمي لولا الهوى لم تريد دمع طالي ولا أرقت لذكر الباني والعالمين وكيف تنكر حبا بعدما شهدت به عليك عدول لودا غيب السقم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فاثبت المجد في عبرة والله مثل البحر على خديك والعالم نعم سير طيف من أهوى فأرقني والحب يغترض لذاتي بالعالم يا لائمي في الهوى الله اعذري معذرته مني إليك ولو أنصفت لم تلومي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عادتك هي لا سري بي مستتري عن البوشة بلا دائبي منهزمي حفظت النصح لكن لست أسمعه إن المحب عن العذال في صممي إني اتهمت نصيح الشيب في عذلي والشيب أبعد في نصح عن التهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن أمارتي بالسوء متى عظت من جهلها بنادي الشيب والهرم ولا أعدت من الفعل الجميل قراض ضيفنا لما براسي غير مهتشم لو كنت أعلم أنه
وإن هي استهلك المرعى فلا تسيمي كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في دسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وخشيت سائسمي جوع ومن شبعين فرب مخمسة شر من التخم فاستفرغي دمع من عين قد امتلأت من المحارم والزمهم يتندم وخالف النفس والشيطان وأسهما وإنهما محضا كالنسخ فاتهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولا تؤتي منهما خصما ولا حكما فأنت تغرف كيد الخصم والحكم واستغفر الله من قول بلا عمل لقد نسبت به نسلا لذي أقمي أمرتك الخير لا مما ائتمرت به وما استقمت فما قولي لك استقمي ولا تزوجت قبل الموت نافلة ولم أصلي سواك فرضي ولم أسمي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رحمن ارحمنا كل حال حبي الله 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 ما شاء الله 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 يا سلام يا سلام الله مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم മക്കയിലും മദീനയിലും പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈപൊന്തിക്കുക. എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലേ? അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി മദ്ഹിന്റെ ഫസ്ലാണ് ചൊല്ലാൻ പോകുന്നത്. അതിനു മുമ്പ് മക്കത്ത് പോണവരെ എന്ന പാട്ട് സിനാന് പാടും. അല്ലേ മോനെ? മക്കത്ത് പോണവരല്ലേ? ആ മക്കത്ത് പോണവരെ. പിന്നെ മദീനത്തേക്ക് എത്താതക്കൂലല്ലോ. മക്കയും മദീനയും അള്ളാഹു തആല നല്ല രീതിയിൽ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട രീതിയിൽ സന്ദർശിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. 4444 ഉറുപ്പ്യക്ക് ആരാ അത് കൊണ്ടുപോകണം? 2 കുപ്പിയുള്ളൂ. ഇത് കൊണ്ടുപോയാൽ പെട്ടെന്ന് നമുക്ക് ബാക്കി ഇൻഷാ അള്ളാഹ് ചൊല്ലാം. വന്യരായ സയ്യിദ് അവർകൾ മന്ത്രിച്ച തേനാണ്. ബുർദയുടെ മജ്ലിസിലാണുള്ളത്. ഇനിയും ബുർദയുടെ മജ്ലിസിൽ തന്നെയാണ് ഇതുള്ളത്. ഇൻഷാ അള്ളാഹ് മൊയ്നുദ്ദീൻ പാട്ട് പാടാനുണ്ട്, നഅത്ത് ചൊല്ലാനുണ്ട്. വന്യരായ അഹമ്മദുൽ ബറൽവി തങ്ങൾ എന്തോരു വലിയ മഹാന. ഇന്ത്യയിൽ നിന്ന് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന തഹിയാത്തിൽ സലാം പറയുമ്പോൾ മദീനയിൽ നിന്ന് തിരിച്ചു മടക്കുന്നത് അത് അവർ കേൾക്കാറുണ്ടായിരുന്നു. ഉന്നത സ്ഥാനമെത്തിയ മഹാനവറുകൾ അവരുടെ നയത്താണ് കുറേ ഉള്ളത്. അല്ലാഹു തആല നമുക്ക് നമ്മിൽ നിന്ന് കബൂലാക്കി ദുനിയാവും ആഖിറവും സന്തോഷമാക്കി തരട്ടെ. ആരാത് കൊണ്ടുപോകാം? ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. എന്നിട്ട് വേണം മക്കത്ത് പോണവരെ പാടാൻ. അത് കഴിഞ്ഞിട്ട് വേണം മദ്ഹിന്റെ ഫസ്ൽ ചൊല്ലാൻ. ഇത് വാങ്ങാൻ വരികയാണോ? അല്ല. 4444. ബിസ്മില്ലാ. ആ സ്റ്റേജിൽ തന്നെ ആളുണ്ട്. പ്രസിഡന്റാ? ബിസ്മില്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ഒന്ന് ദുആ ചെയ്യ് സുഹൃത്തുക്കളെ. അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ഖൈർ നൽകട്ടെ.
എല്ലാ ആഫത്ത് മുസീബത്ത് വഷളത്തരത്തിൽ നിന്ന് ദുൽമ ഫിത്ന ബിദ്അത്ത് ളലാലത്ത് കുഫ്രിയത്ത് നിഫാഖിൽ നിന്ന് എല്ലാ രോഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെയും കുടുംബത്തെയും അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കട്ടെ. എല്ലാ എടാകൂടത്തു നിന്നും രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി ആഖിബത്ത് അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും നന്നാക്കട്ടെ. ആമീൻ. സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തെയും കുടുംബങ്ങളെയും ഞങ്ങളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ. ഇതാ ഇനി ഒന്നും കൂടെ ഉള്ളൂ, 2 എണ്ണേ ഉള്ളൂ വലുത്. 4444 നാരിയത്ത് സലാത്തിൻ്റെ എണ്ണ അല്ലേ? മദീനയിൽ നിന്ന് ഇതൊക്കെ നേരിട്ട് കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ഇഷ്ടം മദീന ഇന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മദീനത്ത് പോകാൻ പൂതിയില്ലാത്ത ഒരാൾ ആരുമില്ല, എല്ലാവർക്കും പോകണം. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആസ്വരം കേൾക്കാത്ത കാതെന്തിനാ, തിരുപാദമേറ്റ മൺതറിയാകുവാൻ കഴിയാത്ത ഇവനെന്ത് ഹതഭാഗ്യനാ. അല്ലാഹു തആല നമ്മളൊക്കെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളിൽ ചേർത്തി അനുഗ്രഹിച്ച് തരട്ടെ. ആമീൻ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഈ വെള്ളമൊന്നും കൊടുത്തിട്ടില്ലേ? കുടിക്കാനുള്ള വെള്ളമൊന്നും ചെറിയ മക്കൾക്ക് അവിടെ വെള്ളമുണ്ടോ? സർബത്തുണ്ടോ? സർബത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം സഹോദരിമാർക്ക് സർബത്ത് പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. കുട്ടികളൊക്കെ കരയുന്നുണ്ട്. സഹോദരന്മാർക്ക് സാവധാനം കൊടുത്താലും മതി, സഹോദരിമാർക്ക് സർബത്ത് പെട്ടെന്ന് കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സംഘാടകരോട് അറിയിച്ചെന്ന് മാത്രം വിഷമം തോന്നരുത്. ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് പെട്ടെന്ന് പാട്ട് പാടണം ഇൻഷാ അല്ലാഹ്. 4444 ആ ആൾക്കാർക്ക് ഇന്നും സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് ഉണ്ടാകട്ടെ. ഇത് വാങ്ങാനാണോ? അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ഒന്ന് ദുആർക്കണം കേട്ടോ. ആമീൻ പറയണം എല്ലാവരും. ആമീൻ പറയൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ ആഫത്ത് മുസീബത്ത് വഷളത്തരത്തിൽ നിന്ന് ദുൽമ ഫിത്ന ബിദ്അത്ത് ളലാലത്ത് കുഫ്രിയത്ത് നിഫാഖിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും കാത്ത് സലാമത്താക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അല്ലാഹു തആല ആഖിബത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും നന്നാക്കി കൊടുക്കട്ടെ. എല്ലാ ഇടങ്ങേറുന്നും കടങ്ങളിൽ നിന്നും മുസീബത്തിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. സ്വലാത്ത് നല്ലോണം ചൊല്ലാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും നമുക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ആദ്യം വാങ്ങിയ സുഹൃത്തിനും കുടുംബത്തിനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അത് രണ്ടേ ഇപ്പം കൊടുക്കുന്നുള്ളൂ. ഇവിടെ വേറെ എന്തെല്ലോ കൊണ്ടു നോക്കുന്നുണ്ടല്ലോ. ഒക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഇൻഷാ അല്ലാഹ്. മൊയ്ന് അല്ല സിനാന് ഒക്കെ ന്യൂനുള്ളതാ. സിനാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് മദീനയിലും ന്യൂനുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇപ്പോൾ ആ മക്കത്ത് പോണവരൊന്ന് പാടിയിട്ട് മദഹിൻ്റെ ഫസല് ചൊല്ലണം. മദഹിൻ്റെ ഫസല് വല്ലാത്തൊരു സംഭവമാണ് ഇൻഷാ അല്ലാഹ്. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടു പോകണേ. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടു പോകണേ. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടു പോകണേ. മക്കം കാണുവാൻ കഅബം ചുറ്റുവാൻ ഇല്ല പിടിച്ചൊന്ന് കേഴുവാൻ. മക്കം
ഭക്ഷണം കഴിക്കുമ്പോൾ, അരിഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയൽ സുന്നത്തുണ്ട്. ഇത് നിങ്ങൾ ഇന്ന് മുതലൊന്ന് ശീലമാക്കിയാൽ, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് കഴിക്കുക. പിന്നീട് അത് വെള്ളം കുടിക്കുമ്പോഴും എല്ലപ്പോഴും അങ്ങനെ വരും. അപ്പോൾ ഒരു സ്വലാത്തിന് 10 കൂലി കിട്ടും, വെറുതെ കൂലി കിട്ടും. നിങ്ങളങ്ങനെ ചെയ്യാൻ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. മടിയുണ്ടോ? ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി കൊണ്ടൊക്കെ മറന്നു പോകുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് പറയൂലേ? ഇൻഷാ അല്ലാഹ്. ഒന്ന് ശബ്ദത്തിൽ പറയും ഇൻഷാ അല്ലാഹ്. ഇനി മദ്ഹിന്റെ ഫസ്ല് ചൊല്ല. നിങ്ങൾ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ, അതൊന്ന് ശബ്ദത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ ബിസ്മില്ലാ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ. അത്ര നല്ല സൗണ്ട് ഉള്ളത് ഒന്നും കൂടെ വരട്ടെ. നിങ്ങൾ ആണുങ്ങളല്ലേ? ഒന്നും കൂടെ ശബ്ദത്തിൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ ظلمت سنة من أحيا الظلام إلى أن اشتكت قدمه الضر من ضرمي وشد من سغاب أغشاه وطوى تحت الحجارة كشها مترف الآدم فراودته الجبال الشم من ذهب عن نفسه فأراها أيما شممي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أكدت زهده فيها ضرورته إن الضرورة لا تعدو على العصام وكيف تدعو إلى دنيا ضرورته ما لولاه لم تخرجي دنيا من الآدم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم نبينا الآمر الناهي فلا أحد أبر في قول الله منه ولا نعم هو المصطفى محمد. ഇത്ര ആൾക്കാർക്ക് ഇത്ര ശബ്ദം പോരാ. ഹുവൽ ഹബീബ് മുഹമ്മദ്. هو الحبيب الذي ترجى الشفاعة لكل حول. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മദീനയിലെ ജന്നത്തുൽ ബഖയിൽ നിന്നൊരു ഖബറാളി വിളിക്കുന്നു, അൽ അമാന അൽ അമാന യാ റസൂലല്ലാഹ്. ഖബറിൽ തീയാണ് നബിയേ, ഞാൻ സങ്കടത്തിലാണ് നബിയേ. മദീന നിവാസികളെ മുഴുവനും ജന്നത്തുൽ ബഖയിലേക്ക് ക്ഷണിക്കുന്നു. അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളെ ഖബറിന്റെ അരികിൽ വന്നു നിൽക്കുന്നു. ഈ ഖബറിന്റെ അരികിലേക്ക് ആരും വന്നില്ല. അവസാനം പ്രായമുള്ള ഒരു ഉമ്മ ഒരു വടിയും കയ്യിൽ പിടിച്ച് മെല്ലെ മെല്ലെ കടന്നു വന്ന് ഈ ഖബറിന്റെ അരികിൽ നിൽക്കുന്നു. നിങ്ങളുടെ ആരാണ് ഈ ഖബറിലുള്ളത്? എൻ്റെ മകനാണ്. അവൻ കള്ള് കുടിച്ച് വന്ന് എന്നെ അടിച്ചത് എനിക്ക് പൊറുക്കാൻ കഴിയൂല നബിയേ.
കള്ള് കുടിച്ചു പോയവർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടുകാരിൽ കള്ള് കുടിച്ചു പോയവരുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ മുഅ്മിനീങ്ങളെ, കള്ളുകുടി എന്റെ വയറ് വീർത്ത് പൊട്ടിത്തെറിക്കും മഹ്ശറിൽ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വയറ് വീർത്ത് പൊട്ടിത്തെറിക്കാന്ന് പറഞ്ഞാല് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, സുഹൃത്തുക്കളൊക്കെ കുടിയന്മാരുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. ഇന്ന് രാത്രി പറഞ്ഞാൽ മനസ്സിലാകൂല, നേരം പുലർന്നിട്ട് പറയണം. ഇപ്പൊ തിരപ്പിലായിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറഞ്ഞു. ആ ഉമ്മ മകന്റെ കാര്യം ചിന്തിച്ചിട്ട് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തോളി, ഉദിമതിയാം മുത്തു റസൂലിൻ പൂമൊഴിയുള്ളിലുറച്ചോളി, അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ഉമ്മ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മായിടുമോ, കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പാ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. പാവപ്പെട്ട ഉമ്മ എത്ര കഷ്ടപ്പെട്ടാ നമ്മളെ പോറ്റി വളർത്തിയത്. ഒരു കുട്ടിയുള്ള നമ്മൾ, 2 കുട്ടിയുള്ള നമ്മൾ, നമ്മുടെ മക്കൾ, ആ മക്കളെ നമ്മളുടെ ഭാര്യ, നമ്മളുടെ സൗജത്ത്, ഭാര്യക്ക് എന്താ ഇവിടെ പറയുന്നത്, പെരുഞ്ഞായോ, അവള് എത്ര ബുദ്ധിമുട്ടിയിട്ടാ നമ്മളെ മക്കളെ പോറ്റുന്നത്. എന്നാൽ ഈ കാലത്ത് കരണ്ടുണ്ട്, വെള്ളമുണ്ട്, സ്വിച്ച് ഇട്ടാൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പഴയ കാലത്ത് ഒരു സൗകര്യമില്ലാത്ത കാലത്ത് 5 മക്കള്, 6 മക്കള്, 10 മക്കളുള്ള നമ്മുടെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ പോറ്റി വളർത്തിയതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് സ്നേഹത്തോടെ പെരുമാറണേ. ഉമ്മയോട് എനിക്ക് വലിയ ഇഷ്ടാ, എന്നിട്ടോ നീ എന്ത് ചെയ്തു? ഞാൻ എല്ലാ വസ്തുക്കളും വാങ്ങി കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് പറയും, കഴിച്ചോ തള്ളേ. ഇത് സ്നേഹ? ഇത് സ്നേഹ അല്ല. അങ്ങനെയല്ല സ്നേഹം. സ്നേഹം എങ്ങനെയാ? ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട്, ഉമ്മ ഇത് കുടിച്ചോളി ഉമ്മ. ഇത് ഭാര്യയോടാണെങ്കിൽ മോളുസേ, അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ ഉമ്മയോടും ഭാര്യയോടും മക്കളോടൊക്കെ സ്നേഹം തരട്ടെ. ഈ സ്നേഹം ഇല്ലെങ്കിൽ ഒന്നിനും പറ്റൂല. സ്നേഹമാണ് നമ്മുടെ ജീവിതം, സ്നേഹമാണ് എല്ലാം. ഇപ്പോഴുള്ള സ്നേഹം മദീനയിലേക്ക് പോകുകയും വേണം. ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും, കാമുകിയും കാമുകനും, ബോയ് ഫ്രണ്ട് ഇല്ലാത്തവർ, ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവർ ഇന്ന് ഒരു ബോറടിച്ച ആളുകളാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കോളേജില്ലേ ഇവിടെ? കോളേജുണ്ടാ? കോളേജുകളൊക്കെ ഇല്ലേ ഇവിടെ? ഡിഗ്രി +2 ഒക്കെ പഠിക്കുന്ന കോളേജിലില്ലേ? ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇവിടെ? ഗേൾ ഫ്രണ്ട് ഉണ്ടാ? ഉണ്ട്. പ്രേമമേ പ്രേമമേ നീ എന്നെ മാടി വിളിച്ചു, കാമുകനായി ഞാൻ നിന്നിൽ ലയിച്ചു. പ്രേമാണല്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, തൻ്റെ പ്രിയപ്പെട്ട കാമുകി, ആ കാമുകിയായാലും കാമുകനായാലും ഒരു വേള ഭൂമിയോട് വിട പറയും. ആ വിട പറയുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞ് കാമുകൻ അങ്ങനെ നിൽക്കുക. എനിക്കിനി ആരാണ്? കാമുകൻ പറയുന്നത് പോലെ തന്നെ കാമുകനാണ് ആദ്യം മരിച്ചതെങ്കിൽ കാമുകി വന്നിട്ട് പറയും, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ താണി എന്നിൽ ആരെന്ന്, ഉലകത്തിൽ താണി എന്നിൽ ആരെന്ന്. പരൻ വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ
കബറെന്ന് ഭയങ്കര വീട്ടിലെ കാമുകി മരിച്ചപ്പോ കാമുകൻ മരിച്ചപ്പോ കാമുകിയും പറഞ്ഞ വാക്കെന്താ? എനിക്കിനി ആരാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ കാമുകൻ ഇനി ആരാണ്? ഈ കാമുകിക്ക് ഇനി ആരാണ്? കബറിൽ ഒറ്റയ്ക്ക് പോയി കിടക്കാനുള്ളതാണ്. ഇത് നമ്മളൊക്കെ ചിന്തിക്കണം. ഉപ്പ മരിച്ചാൽ മക്കൾ പറയും നമ്മൾക്കിനി ആരാണ്? മക്കൾ മരിച്ചാൽ ഉമ്മ പറയും, ഉപ്പ പറയും എനിക്കിനി ആരാണ്? ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയും എനിക്കിനി ആരാണ്? ഈ മയ്യത്തിന് ഇനി ആരാണെന്ന് ആരും ചോദിക്കൂല. എനിക്കിനി ആരാ? മയ്യത്ത് അവൻ പോയിട്ട് അല്ലെങ്കിൽ അവൾ പോയിട്ട് ഒറ്റക്ക് കിടക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് പറയുന്ന നിന്റെ കാമുകൻ 2 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ മൂടുകൾ എടുത്തു വെച്ചിട്ട് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് നിന്റെ പള്ളിപ്പറമ്പിലുള്ള ഖബറിസ്ഥാനിലേക്ക് വന്ന് ആ മൂടുകല്ലൊന്ന് പൊക്കി നോക്കിയാൽ നിന്റെ ഈ സൗന്ദര്യമുള്ള മുഖം, നീ എപ്പോഴും പലതും വാരിത്തേക്കുന്ന മുഖം, നിന്റെ മുഖം കണ്ടിട്ട് കാമുകൻ എത്രയാ നിന്നെ മരണ വീട്ടിൽ നിന്ന് വരെ നിന്നെ വല്ലാതെ സന്തോഷിച്ചിരുന്നു. നിന്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോ നീ വരുന്നത് നിന്റെ കാമുകനെ കാണാനാ. അങ്ങനെ സ്നേഹിച്ച ആ കാമുകൻ നിന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് എത്തി നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? കണ്ണുള്ള സ്ഥലത്ത് 2 കുഴികളാണ്, ചുണ്ടുകൾ 2 പുഴുക്കൾ തന്നിട്ട് പല്ലുകൾ മുന്നോട്ട് തള്ളി നിൽക്കുന്ന രംഗങ്ങളാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിൽ നിന്ന് കാവൽ വേണോ? നന്നായിക്കോളി മുഅ്മിനീങ്ങളെ. എന്തു ചെയ്യാം? പുഴുക്കൾ തിന്നാതിരിക്കാൻ നല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങളത് ഏറ്റെടുത്താൽ രക്ഷയാണ്. സ്വലാത്ത് ചെല്ലുന്ന ശരീരം പുഴുക്കൾ തിന്നൂല. അതുകൊണ്ട് കാമുകനും കാമുകിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങനെ കാമത്തിൽ പോകണമെന്നാണോ? അല്ല. അതൊന്നും മാറ്റിവെച്ചാൽ ആഖിറത്തിൽ സന്തോഷമായി ജീവിക്കാൻ കഴിയും. ആഖിറത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുമല്ലോ. അല്ലാഹു തആല ഇഷ്ടമുള്ളത് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചെല്ലുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ കിട്ടും. അല്ലാഹു തആല നമുക്ക് സ്വലാത്ത് ചെല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുണ്ടോ അത് ഏറ്റെടുക്കാൻ? എന്നാൽ നമുക്ക് ബർദയുടെ ബാക്കി ഭാഗം ചൊല്ലണം. സിനാനും ഇനി പാടും, മൊയ്നിനാറ്റ് ചൊല്ലാൻ കാത്തിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അടുത്ത സമയം തന്നെ ബുർദ ബാക്കി ഭാഗം ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളിതൊന്ന് ഏറ്റെടുക്കണം. എൻ്റെ ഈ മജ്ലിസ്, ഞങ്ങളുടെ ഈ മജ്ലിസ്, ഈ സംഘാടകർ സംഘടിപ്പിച്ച ഈ മജ്ലിസ് വിജയിക്കാൻ, നൂറുൽ ഉലമക്ക് തൃപ്തി ഉണ്ടാകാൻ, താജുൽ ഉലമക്ക് ഇഷ്ടമുണ്ടാകാൻ, മദീനയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നമ്മുടെ സദസ്സ് കണ്ട് സന്തോഷിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഇന്ന് മുതൽ ഒരു 33 അല്ലെങ്കിൽ 100 സ്വലാത്ത് ചെല്ലുമങ്ങ് തീരുമാനിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ടാക്കണം. എന്താ സ്വലാത്ത് ചൊല്ലിയാ കിട്ടുക? ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. 600 അല്ലെങ്കിൽ അതിലധികം ചിറകുണ്ട്. ആകാശത്തിലെത്തും, ഭൂമിയിലെത്തും. വെറും സ്പീഡാണ്. വല്ലാത്തൊരു മലക്ക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ മേൽ ദിവസവും സ്വലാത്ത് ചെല്ലുന്ന ആണായാലും പെണ്ണായാലും അത് കുട്ടിയായാലും കാരണോരായാലും ആരായാലും എന്നും സ്വലാത്ത് ചെല്ലുന്ന ആളിൻ്റെ ആണിൻ്റെ പെണ്ണിൻ്റെ കൈ ഞാൻ അങ്ങ് പിടിക്കും. എന്നിട്ട് മഹ്ശറിൽ നിന്ന് സിറാത്ത് പാലം അങ്ങ് കടക്കും. ആ സിറാത്ത് പാലത്തിൻ്റെ നീളം എത്രയാ? 70,62,00,000 കിലോമീറ്ററാണ്. സിറാത്ത് പാലത്തിൻ്റെ കളർ കറുപ്പാണ്. താഴെയുള്ള നരകത്തിന്റെ കളർ കറുപ്പാണ്. ഇത് കടക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. ഇതങ്ങ് കടന്നാലോ നമ്മൾ സ്വർഗത്തിലാണ്. ഞങ്ങൾ എല്ലാവരും തയ്യാറായാൽ ഒരു ദിവസം 100 സ്വലാത്തിന് 10 മിനിറ്റ് മതി. ഇവിടെ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? ഇവിടെ മണിക്കൂറില്ലേ? എന്താ നിങ്ങൾക്ക് പറയാനൊരു മടി? 26 24 അയ്യോ, ഇംഗ്ലീഷ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. 24 മണിക്കൂറാ. 24 മണിക്കൂറിൽ 10 മിനിറ്റ് മാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇറാഖിലെ കൂഫ വഴിക്ക് ഹജ്ജിന് പോകുന്ന ബാപ്പയും മകനും. ബാപ്പ മരണപ്പെടുന്നു പെട്ടെന്ന്. ഉപ്പയുടെ മുഖത്തൊരു തുണി വലിച്ചിട്ട് വീണ്ടും ഒന്ന് ഉപ്പയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി മകനൊന്ന് നോക്കുമ്പോ വികൃതമായി കിടക്കുന്നു. ഹജ്ജിന് പോവുകയാ, എന്ത് ചെയ്യാനാ? പൊട്ടിക്കരഞ്ഞവിടെ ഇരുന്നു. ഒരു മയക്കം, എന്തൊരു സുഗന്ധം, വല്ലാത്ത അനുഭൂതിയല്ലോ. ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത്? അടിച്ചു വീശുന്ന സുഗന്ധം. കുറച്ച് സമയം കഴിഞ്ഞു, അതാ ലോക സൗന്ദര്യം കടന്നു വരും. സുബ്ഹാനല്ലാഹ്. നേരെ വന്ന് ഈ മുഖത്തുള്ള തുണി ഒന്ന് നീക്കി ഇങ്ങോട്ട് തന്നെ ഇട്ടിട്ട് ചോദിച്ചു, നീ എന്താ മോനെ ഇരിക്കുന്നത്? എൻ്റെ ഉപ്പയെ നിങ്ങൾ കണ്ടില്ലേ? ഞാനത് ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരാ? അനൽ മുസ്തഫ
മുഹമ്മദ്. ഞാൻ അള്ളാന്റെ റസൂലാണ് മോനെ. നിന്റെ ഉപ്പ ദിവസവും 100 സ്വലാത്ത് ചൊല്ലും. ആ സ്വലാത്ത് എത്തിച്ചു തരാൻ ഒരു മലക്കുണ്ട്. ആ മലക്ക് ഇന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആള് മരിച്ചിട്ടുണ്ട്. ആ മരിച്ച ആളുടെ മുഖം കോലം കെട്ടിട്ടുണ്ട്. ഞാൻ റബ്ബിനോട് പൊറുക്കലിനെ തേടിയിട്ട് റബ്ബ് തആല അത് സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ ഉപ്പയുടെ മുഖം ശരിയായിരിക്കുന്നു. ഈ മകൻ അങ്ങ് എഴുന്നേറ്റിട്ട് മുഖമൊന്ന് നോക്കുമ്പോൾ എന്തൊരു പ്രഭയാ, എന്തൊരു പ്രകാശമാ, എന്തൊരു സൗന്ദര്യമാ. അന്ന് മുതൽ പിന്നെ എല്ലാ സമയങ്ങളിലും സ്വലാത്ത് 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 തന്നെ. നിങ്ങളുണ്ടോ സ്വലാത്ത് ചൊല്ലാൻ? ഒരു ദിവസം 100 സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. അതിന് കഴിയാത്തവർ ഉണ്ടാകൂല. എന്നാലും ചില ദിവസങ്ങളിൽ തിരക്ക് കൊണ്ട് ഒരു സമയം കിട്ടാതെ പോയാൽ ഒരു 33 സ്വലാത്ത് 3 മിനിറ്റ് മതി. അതും കഴിയാത്തവർ പിന്നെ എന്തിനാ? നമുക്ക് ഇഷ്കുണ്ട്. ഓ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഓ എന്തിഷ്ടോ? ഒരു ഇഷ്ടമില്ല. ഒരു 33 സ്വലാത്ത് ദിവസം നമുക്ക് ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ്. 100 സ്വലാത്ത് ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ്. ശബ്ദത്തിൽ എല്ലാവരും ആ കൈയൊന്ന് പൊക്കിയിട്ട് ഒന്ന് തക്ബീർ ചൊല്ലണം. എന്നിട്ടൊന്ന് ഉറപ്പിക്കണം. നമ്മളെ കൽബിൽ അത് അങ്ങോട്ട് വരട്ടെ. എന്നിട്ട് നമ്മൾ ഇന്ന് മുതൽ സ്വലാത്തിന്റെ ആളുകളാകട്ടെ. എന്നിട്ട് ഹൗദുൽ കൗസറിന്റെ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഈ മക്കളും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് ആ ബൂർദയുടെ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ് ഞങ്ങളും സ്വലാത്ത് ചൊല്ലി, സഹോദരിമാര് വന്നിട്ട് ഞാനുണ്ട് ഇവിടെ, അപ്പോഴാണ് മറ്റൊരു കൂട്ടുകാരൻ വന്നിട്ട് നീ ഉണ്ടോ അവിടെ എന്ന് പറഞ്ഞിട്ട് തിക്കും തിരക്കും കൂട്ടിയിട്ട് ഹൗദുൽ കൗസർ കുടിക്കണം. കൂട്ടുകാരാ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉറപ്പിച്ച് നമുക്ക് കുടിക്കാം. നിങ്ങളൊരു സ്വലാത്ത് 100 സ്വലാത്ത് ദിവസം ചൊല്ലുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്കുണ്ടാകും ഒരു മലക്ക് മദീന ഇങ്ങോട്ട് ടക്ക് ടക്ക്. മാത്രമല്ല നമ്മളെ നേരിട്ടറിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെല്ലുന്നു തീരുമാനിക്കല്ലേ, ബുദ്ധിമുട്ടില്ലല്ലോ, ഉറപ്പിക്കല്ലേ? ബോലെ തക്ബീർ. ആ ബാക്ക് സൈഡുള്ളവർക്കൊക്കെ കഴിയൂലേ 10 മിനിറ്റ്. ഇനി അഥവാ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കരാറ് ലംഘിച്ച് എന്നുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട. ഒരു ദിവസം ചൊല്ലിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് 200 ചൊല്ലാം. അടുത്ത കൊല്ലാകുമ്പോഴേക്ക് എത്ര സ്വലാത്താകും? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 100ൽ ചുരുക്കണ്ട, കൂട്ടിയാൽ 1000 10000 എത്രയും ചൊല്ല, 3000 4000 ഒക്കെ ചൊല്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്ത് 100 അല്ലെങ്കിൽ 33 അത് ചൊല്ലുന്നു ഉറപ്പിച്ചിട്ട്. സഹോദരിമാര് കൈപ്പൊക്കൊന്നും നിങ്ങോട്ട് കാണൂല, എന്നാലും തക്ബീർ ചൊല്ലിട്ട് ഉറപ്പിക്കട്ടെ. പോലെ തക്ബീർ. ഒരൊറ്റ സ്വലാത്തും കൂടെ, എന്നിട്ട് നമുക്ക് ബാക്കി വരി ചൊല്ലണം. ബിസ്മില്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം ആ സ്വലാത്ത് ചൊല്ല. അല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ചൊല്ല. ഏറ്റവും നല്ലത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്ന് ചൊല്ലലാണ്. നാരീത്ത് സ്വലാത്തൊക്കെ ആണെങ്കിൽ എണ്ണം തീരൂല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഏതായാലും ഏറ്റവും ചുരുങ്ങിയത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെയെങ്കിലും ചൊല്ലി തീരുമാനിക്കണം. അള്ളാഹു ചൊല്ലി ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയും. എന്നിട്ട് സ്വലാത്തിന്റെ ആൾക്കാരാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികുന ബിഹി മുസ്തംസികുന ബിഹാ മിൻ ഗൈരി മുൻഫസിമി വകൻ നബിയിന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വല കറമി لا يصلي وسلم دائما ابدا على حبيبك خير الخلق كلهم وكلهم من رسول الله ملتمسون غرفا من البحر او رشفا من الديم وواقفون
بشر وأنه خير خلق الله كلهم وأنه خير خلق الله كلهم وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كله عين ترس الكرام بها وإنما اتصلت من نوره بهم وإنه شمس فضلهم كواكبها يظهرنا أنوارها للناس في الظلم بخلق نبي زانه خلق بالحسن مشتمل بالبشر متسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم زهري في ترف والبدر في شرف والبحر في كرم والدهر في همم الله وهو فار من جلالته في عسكر حين تال وهما في هشمي أنا اللؤلؤ المكنون في صدفي من مغدي ني منطقي منه باب مبتسمي مولاي الله صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا طيب يعدل تربا ضم عظمه طوبى لمنتشق منه وملتثم لا طيب يعدل تربا ضم عظمه طوبى لمنتشق منه وملتثم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم കല്ലുകരുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെ ആരാധിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ മക്കയിൽ പൂജാതരായി. നമ്മുടെ മക്കൾ വന്നിട്ട് സ്റ്റേജിൽ കയറി പ്രസംഗിച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കിയില്ല. ഇനി അടുത്ത ഫസല് ചൊല്ലാൻ പോകുന്നത് അല്ലാഹു തആല ജന്മദിനം കൊണ്ടാടിയതാ. അല്ലാഹു തആല ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാ? സാവ തടാകം വറ്റി വരണ്ടു. ഓ, അതൊരു നല്ല തടാകമായിരുന്നു. വഹാബികൾ ഇവിടെ വഹാബി ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഉണ്ടോ? ഓ, വല്ലാതെ തൗഫീഖാണോ. കാത്തുരക്ഷിക്കട്ടെ. ഐറ്റിങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു വഹാബി പറയാ, ഞാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുപോലെയാണ്. അവൻ വിയർത്താൽ അവൻ്റെ അടുത്ത് സമീപത്തിലൂടെ പോകാൻ കഴിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയർത്തപ്പോൾ അതിങ്ങനെ വടിച്ചെടുത്തിട്ട് അത്തറാക്കിയിട്ട് പരട്ടി. മുസ്ലിം ബീവി അറിയില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിങ്ങനെ പോകുമ്പോൾ മേഘം തണലിട്ട് കൊടുക്കുക. വഹാബി ജമാഅത്ത് ഇസ്ലാമി ഓനൊക്കെ പോകുമ്പോൾ കാക്ക ഉണ്ടാവും മുകളിൽ. കാക്ക ഇവിടെ കാക്ക എന്നല്ല പറയേ, കാക്കേ അതന്നെ. കുറച്ച് ചെരിച്ചാൽ മതി അല്ലേ? SBS കുട്ടികൾ ബക്കറ്റുമായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ഗ്യാപ്പില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നല്ലോണം വലിയ സംഖ്യ ഇട്ടെടുത്തോളി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ കൂട്ടത്തിൽ മേഘം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, തണലിട്ടിട്ട് സൂര്യൻ്റെ ചൂട് തേൽക്കാതിരിക്കാൻ. അതേ സമയത്ത് വഹാബി നടന്നു പോകുമ്പോൾ കാക്കേ മേലെ ഉണ്ടാകും. ഇടക്ക് വല്ലതും താഴോട്ടിട്ടാൽ സന്തോഷമാകൂ.
എന്നിട്ട് അവൻ പറയാ ഞാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപോലെയാ. ഈച്ച ഇരിക്കൂല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തില്. ആ സുഗന്ധമങ്ങാനും ആസ്വദിച്ചാൽ ആ സെക്കൻഡിൽ സ്പോട്ടിൽ ചത്തുപോകും ഈച്ച. വഹാബിയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കുവോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിക്കുന്ന നേരം അവിടെ വന്നത് ആരാ? ആസിയ ബീവിയാണോ ഒന്ന്? പിന്നെ ആരാ വന്നത്? ഹൂർലിങ്ങളാ, മറിയം ബീവിയാ. വഹാബി ജനിക്കുമ്പോ മറിയം ബീവി. അടുത്ത ഹോസ്പിറ്റലിലുള്ള ഹൂർലി ഉണ്ടാവും. ഹോസ്പിറ്റലിലുള്ള ഹൂർലി അല്ലേ? ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ഹൂർലിങ്ങളാണല്ലോ. ഒരു സഹോദരിക്ക് ഒരു ദിവസം സംശയവും, അല്ല ഉസ്താദേ ഹൂർലിങ്ങളെ കിട്ടും എന്ന് പറഞ്ഞാൽ ഹൂർലന്മാരുണ്ടാവുക. ആണുങ്ങൾ ഹൂർലന്മാരുണ്ടാക്കും. ഷാഫി സക്കാഫി മുണ്ടമ്പ്ര ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ദുനിയാവിലുള്ള പെണ്ണ് നിങ്ങൾക്ക് ആഖിറത്തിൽ ഇണയായി വരും എന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട, 40 കൊല്ലായി ഞാൻ സഹിക്കുന്നു, ഇനി അയാൾ എന്നെ ആ പെണ്ണ് തന്നെയാണ് സ്വർഗത്തിലും എൻ്റെ കൂടെ ആണെങ്കിൽ എനിക്ക് വേണ്ട. എന്നാലേ ഇവിടുത്തെ സ്വഭാവം ഒന്നുമല്ല ആ പെണ്ണിനുണ്ടാകുക. സ്വഭാവം മാറി വരും. നമ്മളെ സ്വഭാവം മാറും, പെണ്ണിന്റെ സ്വഭാവം മാറും. നമ്മളെ സ്റ്റൈല് കൂടും, പെണ്ണിന്റെ സ്റ്റൈല് കൂടും. സ്വർഗാണത്. ഉണ്ടാനും മിഷ്കാത്ത് ബാരിക്ക് ബന്ദിട് കുർനിസാവരാം പരിശാനതും പടിവാം ഉഖമാം വിളമ്പിടലാം അവരന്തിര് നേരുള്ള ചന്ദിരനക്കാതി രോണിലും തെളിവാം ഊർലിങ്ങളൊക്കെ കവിച്ചു വെട്ടും. ഇവിടത്തെ പെണ്ണുങ്ങളൊക്കെ സ്വർഗത്തിൽ വന്നിട്ട് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എന്താ അങ്ങ് ആമീൻ പറയാൻ ഇത്ര ഒരു മടി? അവർ സ്വർഗത്തിൽ പോകാതെ നിങ്ങൾക്ക് തന്നെ പോകണം എന്നാണോ? അല്ലാഹു തആല അവരെയും നമ്മയും സ്വർഗത്തിലാക്കട്ടെ. ആമീൻ. ആവശ്യത്തിന് മാത്രം ആമീൻ പറയൂ. അതല്ലേ ഒരു മജ്‌ലിസ് ഇന്ന് ദുആ ചെയ്യുമ്പോൾ പടച്ചോനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ എന്ന് പറയുമ്പോൾ ഒരു മൂലയെന്ന് ആമീൻ. മൂപ്പർക്ക് കുട്ടിയില്ല, വീടില്ലാത്തവർക്ക് വീട് നൽകണേ മറുഭാഗത്ത് നിന്ന് ആമീൻ. മൂപ്പർക്ക് വീടില്ല. സ്വാർത്ഥത എവിടുന്നാ ഇത് മാറി പഠിച്ചവന്? അല്ലാഹു തആല നമുക്കൊക്കെ ഒരു വിശാല മനസ്സ് തരട്ടെ. ഉസ്താദിന്റെ AP ഉസ്താദിന്റെ മനസ്സ് വേണം. അങ്ങനെ ഉണ്ടല്ലോ ഒരു വിശാലമായ മനസ്സ്. വിശാലമായ മനസ്സിന്റെ കൂടെ നല്ല ഉറപ്പുള്ള മനസ്സ്. കോയപ്പാപ്പ ഭയങ്കര കോയപ്പാപ്പ എന്ന് പറഞ്ഞ വലിയുല്ലാഹി ഉണ്ട്, മർഹൂമാണ്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തട്ടെ. ഓരെടുക്കലേക്ക് AP ഉസ്താദ് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെടും തന്നെ മലപ്പുറം ജില്ല വേങ്ങരയിലുള്ള കോയപ്പാപ്പ പറയും പുതിയാപ്പിള വരുന്നുണ്ട് എന്ന്. പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അറൂസ്, ഇവിടെ എന്താ പറയാ മണിമാരെന്നോ, പുതിയാപ്പിള തന്നെ. പുതിയാപ്പിള വരുമ്പോൾ പറയൂ പുതിയാപ്പിള വരുന്നുണ്ടെന്ന് അറിയൂ. ഉസ്താദ് വരുമ്പോൾ ഒരു ദിവസം ഉസ്താദും പരിവാരങ്ങളും അതെങ്ങനെയാണല്ലോ ഈ ഉസ്താദിന്റെ കൂട്ടത്തിൽ ഒരു സമൂഹം ഉണ്ടാകും. എല്ലാവരും കൂടെ ഭയങ്കര കോയപ്പാപ്പ വലിയുല്ലാഹിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ കോയപ്പാപ്പ എന്താക്കിയെന്ന് നിങ്ങൾ ഒരു ഹാലിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളാ, താടിയൊക്കെ നീട്ടിട്ട് വെത്തിലടക്കൊക്കെ തിന്നിട്ട് ഇങ്ങനെ ആ ഹാലിൽ ഇരിക്കുന്ന മോറ് കത്തി ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ഓടി വന്യരായ ഖമറുൽ ഉലമാ നിർത്തം നിന്ന്. ആ നേരത്ത് കോയപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യനെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. അതൊരു വാക്കായിരുന്നു. ഇപ്പോഴും തകർക്കാൻ കഴിയൂല, ഇനി ആരും മെനക്കെട്ടാലും കഴിയൂല. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കുത്തുബുൽ സിയമുലുല്ലാഹിയുടെ പൊരുത്തം കിട്ടിയ ഓറാണത്. നലവേറും ഈശാത്തോളോ ദോരോ ദുവാലേ 40 സോബഹി തോളു ദോവർ കുത്തുബുൽ സിയമുലുല്ലാഹി വന്യരായ കുത്തുബുൽ ഖതാബ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്. ഓരോ മാസമാണല്ലേ ഇത് ഓല മാസല്ലേ? ഈ മാസത്തിൽ തന്നെയാണ് ഇത് പറയേണ്ടത്. കുത്തുബുൽ ഖതാബ് ഇശാ നിസ്കരിച്ച wudu കൊണ്ട് സുബഹി നിസ്കരിച്ചത് 40 കൊല്ലം 40 സനവാത്ത്. മനസ്സിലായോ? 40 കൊല്ലം. ഖുതുബുൽ ആലം സിയമുലുല്ലാഹി ഒരു ദിവസം ഇശാ നിസ്കരിച്ചിട്ട് ഒരു ഗ്ലാസ് പാല്, ചെറിയൊരു കടി ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. അത് കഴിച്ചിട്ട് 10 മിനിറ്റ് ഉറങ്ങി, എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങി. ഖമറുൽ ഉലമ AP ഉസ്താദ് പറയാണ്, ഞാൻ എണ്ണി 1000 റക്അത്ത് ഞാൻ എണ്ണിയെന്ന്. ഖുതുബുൽ ആലം ഏതായാലും വലിയുല്ലാഹി, എന്നാൽ എണ്ണിയ ആളോ അതും വലിയുല്ലാഹി. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ജന്മദിനം കൊണ്ടാടാൻ പോവുക.
ഇൻഷാ അല്ലാ. ജന്മദിനം കൊണ്ടാടണം. അതിന് മുമ്പ് മൊയ്നുദ്ദീന് പാട്ട് പാടണമെന്ന് ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു 3 പാട്ട് ഒന്നാകെ പാടല്ലേ, നല്ല രസം കിട്ടും. ഒരു പാട്ട് പാടിയിട്ട് നിൽക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ മൊയ്ന് പാടും, പാടിയിട്ട് വേണം നമുക്ക് ജന്മദിനം കൊണ്ടാടാൻ. ജന്മദിനം കൊണ്ടാടല്ലേ ഇവിടെ? കൊണ്ടാടല ആക്ഷനാ, പെല്ല ആക്ഷനാ. മുമ്പൊക്കെ കടയിൽ ചെന്നിട്ട് ഷൂസ് എന്ന് പറയും, ഷൂസ് അല്ലേ? ഇപ്പം എന്താ പറയല്? ഷൂ. കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് ഫുട്വെയറിൽ പോയിട്ട് അത് മതിയാവും. ഏതായാലും ജന്മദിനം അങ്ങനെ കൊണ്ടാടിയ പോരാ, ഇതുപോലെ ഇങ്ങനെ അടിച്ച് പൊളിക്കണം. എന്നിട്ടോ സ്വലാത്ത് എങ്ങനെ വരണം? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്ത അനുഭൂതി ഉണ്ടാകും ഇൻഷാ അല്ലാ. മൊയ്നുദ്ദീൻ ഒരു പാട്ട് ഒരു 3 നാത്ത് പാടിയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും ബുർദ കുറച്ചും കൂടെ ഉള്ളൂ, അത് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ സിനാനും പാടിയിട്ട് ദുആ ചെയ്തിട്ട് പോയാൽ പോരെ? നാളെ ഇവിടെ പരിപാടി ഉണ്ടോ? ഞങ്ങൾക്ക് നാളെയും പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് നാളെ പരിപാടി ഇല്ല. പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? മൊയ്നുദ്ദീൻ ഇപ്പം പാടും ഇൻഷാ അല്ലാ. ആ കാലഘട്ടത്തിൽ ജാഹിലിയത്തിൻ കൂരിരുൾ പല നാടി ദുഃഖത്തിലാണ്ട് കാലത്തോ രാമിനെ പെറ്റ പൂമകനോ ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയായി, ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയായി. അമീനെന്നുള്ള നാമം അറബികൾ വിളിച്ചല്ലോ, അറബികൾ വിളിച്ചല്ലോ, അറബികൾ വിളിച്ചല്ലോ. ഒരിക്കൽ മുസ്തഫ നബി ചെന്നിരുന്ന ഗുഹക്കകത്ത് മലക്ക് വന്നല്ലോ, ജിബരീൽ വന്നല്ലോ, മലക്ക് വന്നല്ലോ, ജിബരീൽ വന്നല്ലോ. ജാഹിലിയത്തിൽ കൂരിൽ പല നാടി ദുഃഖത്തിലാണ്ട് കാലത്തൊരാമിനെ പറ്റി പൂമകനു ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയായി, ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയായി. മുസ്തഫ സ്വലാത്ത് നല്ലോണം വന്നോട്ടെ. മൊയ്നുദ്ദീൻ ഇപ്പം നേരത്തെ പാടാൻ പോകും, എന്നിട്ടേ ജന്മദിനത്തിന്റെ ആ ഫസല് നമ്മൾ ചൊല്ലുന്നുള്ളൂ. അല്ലാഹു തആല ആഘോഷിച്ചത് ബൂസ്രി ഇമാം പറയുന്നത് മൊയ്നുദ്ദീൻ പാടിയിട്ട് ഇൻഷാ അല്ലാ പിന്നെയും പാടും. ഇപ്പം 3 പാടുന്നുള്ളൂ. നേരത്തെ തുടങ്ങിയാൽ പിന്നെ സാധാരണ നിർത്താറില്ല. പക്ഷേ ഇന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇടക്കൊന്ന് പാടാണ്. ഇന്നിപ്പോൾ ഗുജറാത്തിൽ നിന്ന് വരികയാണ് ആള്. റബീഉൽ ലെവലിൽ ഖത്തറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഖത്തറിലല്ലേ ഉണ്ടായിരുന്നത്? ഒമാൻ. സുബ്ഹാനല്ലാഹ്. ദുബായ്. ഒമാനിലും ദുബൈയിലും കൂടി കേട്ടോ, അല്ലാതെ ഒമാനിലും ദുബായ് ഇല്ല. ഒമാൻ ദുബായ്. ഇൻഷാ അല്ലാ നമുക്ക് നേരത്തെ പാടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇപ്പം നേരത്തെ പാടലാണ് അതിൻ്റെ ഭംഗി. അത് കഴിഞ്ഞിട്ട് ബുർദ ഇനിയും ചൊല്ലും. നിങ്ങൾക്ക് മടുപ്പുണ്ടോ? മടുപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിക്കോളി, നേരത്തും കേൾക്കണ്ട. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാ. Hello. 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 मिंबर रसूल पर जलवा फरमा उलमाए किराम, सादात किराम, सुन्नी जन्नती भाइयों, अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। तो आइए सबसे पहले दुरूद पाक नज़रान पेश करता हूँ। कोई खामोश ना रहे और जहाँ भी मिल के पढ़ने का अंदाज़ हो बावाज़ बुलंद मेरे साथ मिल के पढ़े। पढ़े सल्लल्लाहु अलैहि या रसूल अल्लाह
वसल्लम अलैक या हबीबल्लाह। पढ़े सल्लल्लाहु अलैका या रसूलल्लाह वसल्लम अलैका या हबीबल्लाह। उस गली का गदा हूँ मैं जिसमें उस गली का गदा हूँ मैं जिसमें मांगते ताजदार फिरती गए। ये सब तुम्हारा करोगे आका के बात अब तक बनी हुई है तुम्हारे सदके मिया मोहम्मद। किसी भी शे की कमी नहीं है। तो पढ़े सल्लल्लाहु अलैका या वसल्लम अलैका या हबीबल्लाह। ऐसे नहीं, आवाज़ तो बहुत कम आ रही है और ज़्यादा माशाअल्लाह इतना भरा हुआ मजमा है तो और ज़ोर से इंशाअल्लाह मेरे साथ मिलके पढ़ें। पढ़े सल्लल्लाहु अलैका या वसल्लम अलैका या हबीबल्लाह। तो आइए इंशाअल्लाह सबसे पहले सरकार का करम है माशाअल्लाह हम इस महफिल में जमा हुए हैं। अल्हम्दुलिल्लाह मेहरान आप सबका जमा होना सरकार के बारगाह में अल्लाह ताला कबूल करे, आमीन। तो आइए सबसे पहले हमदे बारी ताला से शुरू करता हूँ। जहाँ मिलके पढ़ने का अंदाज हो वहाँ मिलके पढ़ेंगे ना इंशाअल्लाह। पढ़ेंगे ना इंशाअल्लाह। ऐसे नहीं अपने दोनों हाथों को बुलंद करके पढ़ेंगे ना इंशाअल्लाह। जहाँ तक मैं समझता हूँ आप सबको उर्दू जानते होंगे ना सब लोग। कौन कौन जानते हैं ज़रा हाथ उठाएं। उर्दू कौन कौन जानते हैं हाथ उठाएं। सिर्फ थोड़े लोग जानते हैं तो ठीक है इंशाअल्लाह। अगर आपको समझ में नहीं आई तो इंशाअल्लाह हमारे हजरत आपको ट्रांसलेशन कर देंगे। तो आइए सबसे पहले मैं शुरू करता हूँ। सब मेरे साथ हमदे बारी ताला में अल्लाह का जिक्र मिल के करेंगे ना इंशाअल्लाह। अल्लाह 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 बोलो अल्लाह 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 बोलो अल्लाह 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 अल्लाह
अल्लाह अल्लाह अल्लाह अल्लाह अल्लाह अल्लाह। ये सब तुम्हारा करम गया था, ये बात अब तक बनी हुई है। मैं इस करम के कहा था काबिल, हुजूर की पर बनी गए। अल्लाह 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 अल्लाह। कोई सलीका है आरज़ू का न बंदगी में इबादगी है। कोई सलीका है आरज़ू का न बंदगी में इबादगी है, न बंदगी में इबादगी है। ये सब तुम्हारा करम गया था, ये बात अब तक बनी हुई है। अल्लाह 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 अल्लाह। दुरूद पढ़ना सलाम पढ़ना हर एक पल उनका नाम पढ़ना। दुरूद पढ़ना सलाम पढ़ना हर एक पल उनका नाम पढ़ना, हर एक पल उनका नाम पढ़ना। जो अर्ज़ करना उन्हीं से करना, सिखाया रब ने हमें यही है। अल्लाह 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 अल्लाह। बोलो अल्लाह 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 अल्लाह। मैं मानता हूँ ए अक्ल वालों, मेरा मोहम्मद खुदा नहीं है। मैं मानता हूँ ए अक्ल वालों, मेरा मोहम्मद खुदा नहीं है, मेरा मोहम्मद खुदा नहीं है। मगर दिलों में ये नक्श कर लो, मगर दिलों में ये नक्श कर लो कि वो खुदा से खुदा नहीं है। अल्लाह 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 अल्लाह। बोलो अल्लाह 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 अल्लाह। ऐसे नहीं, सब मेरे साथ बाबा से बुलंद मिलके पढ़े अल्लाह 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 अल्लाह। बोलो अल्लाह 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 अल्लाहुम्मा सल्लि व सल्लिम व बारिक अलैहि। बोलो सुभान अल्लाह सुभान अल्लाह। ऐसे नहीं, सब अपने दोनों हाथों को बुलंद करके बोलो सुभान अल्लाह सुभान अल्लाह। मुझे ऐसे लगता है कि आप सब बहुत टायर्ड हो गए। क्या ऐसे है? कौन कौन टायर्ड हुए जरा हाथ उठाए। कोई नहीं ना, कोई नहीं। आप उर्दू समझते हैं ना भाई, समझते हैं ना? तो आइए इंशाअल्लाह और एक कलाम मैं आपके सामने पेश करता हूँ। इस कलाम में आपको सरकार की आमद जब भी आए तो अपने दोनों हाथों को बुलंद करके मरहबा कहना है। सरकार की आमद मरहबा, सरकार की आमद मरहबा। पीछे वाले भी, बैक साइड, सरकार की आमद मरहबा। सरकार बोले तो कर्नाटक सरकार नहीं, ठीक है? उर्दू में सरकार हुजूर सल्लल्लाहु अलैहि वसल्लम को कहते हैं। तो सब ने दोनों हाथों को बुलंद करके मरहबा कहें। सरकार की आमद मरहबा, दिलदार की आमद मरहबा, आका की आमद मरहबा, दाता की आमद मरहबा। तो आइए माशाअल्लाह ऐसे मेरे साथ मिलके पढ़े। किस लब पे क्या दुआ है, किस लब पे क्या दुआ है, सरकार जानते हैं किसके दिलों में क्या है, सरकार जानते हैं, सरकार जानते हैं,
मेरे साथ अपने दोनों हाथों को बुलंद करके। हम सबको पता है हमारे कर्नाटक में जब इलेक्शन का वक्त होता है, इलेक्शन मालूम है ना, तभी आपकी पार्टी जीतने वाली है तो आप कैसे जिंदाबाद जिंदाबाद बोलेंगे, बोलेंगे ना जिंदाबाद। पर हम यहाँ कोई पॉलिटिकल लीडर के लिए जिंदाबाद नहीं बोल रहे, हम सिर्फ और सिर्फ हुजूर सल्लल्लाहु अलैहि वसल्लम की आमद कर रहे हैं। तो सब अपने दोनों हाथों को बुलंद करके सरकार की आमद मरहबा, दिलदार की आमद मरहबा, आका की आमद मरहबा, अल्लाह की आमद मरहबा, ऊंचा बोलो मरहबा और ऊंचा बोलो मरहबा, आका की आमद मरहबा, अल्लाह की आमद मरहबा। कभी के रहे कभी साथ के रहे कभी का के रहे कभी साथ के रहे कभी के रहे कभी का के रहे कभी आई के रहे कभी का के रहे सरकार की अब सरकार की अब ऊंचा बोलो और ऊंचा बोलो मरहबा, की आमद मरहबा, की आमद मरहबा, ऊंचा बोलो मरहबा और ऊंचा बोलो मरहबा। पढ़ते हैं यूं तो गैर भी कलमा रसूल का, पढ़ते हैं यूं तो गैर भी कलमा रसूल का, जन्नत उसे मिलेगी जो, जन्नत उसे मिलेगी जो होगा रसूल का, जन्नत उसे मिलेगी जो, जन्नत उसे मिलेगी जो होगा रसूल का। होता अगर ज़मीन पर, होता अगर ज़मीन पर साया रसूल का, सरकार की आमद मरहबा, दिलदार की आमद मरहबा, ऊंचा बोलो मरहबा और ऊंचा बोलो मरहबा, पीछे वालों मरहबा, पीछे वालों मरहबा, बैक साइड वालों मरहबा। पीछे के लोगों से गुजारिश करता हूं कि आप भी अपने दोनों हाथों को बुलंद करें। सरकार की आमद मरहबा, दिलदार की आमद मरहबा, ऊंचा बोलो मरहबा और ऊंचा बोलो मरहबा। दुनिया को देखना भी गवारा नहीं किया, दुनिया को देखना भी गवारा नहीं किया, जब तक अली ने देखा ना, जब तक अली ने देखा ना चेहरा रसूल का, जब तक अली ने देखा ना
मरहबा या हबीबी मरहबा जदल हुसैनी मरहबा या नूरल अहले मरहबा या शागे उब अल्लाह की कसम या शागे उब अल्लाह की कसम नबियों में गयो चमका जिब्रील बिदर के गुलाम जिब्रील बिदर के गुलाम या शागे उब अल्लाह की कसम या शागे उब अल्लाह की कसम कलाम के इलाके में शम्स दोगा तेरे चेहरा नूर फजा की कसम कलाम के इलाके में शम्स दोगा तेरे चेहरा नूर फजा की कसम कसमे शब्दा मेरा ज़िगता कसमे शब्दा मेरा ज़िगता ए हबीब की सुल्तानता की कसम या शागे उब अल्लाह की कसम या शागे उब सरकार की आमद मरहबा सरकार की आमद मरहबा ऊंचा बोलो मरहबा ऊंचा बोलो मरहबा आका की आमद मरहबा आका की आमद मरहबा आका की आमद मरहबा आका की आमद मरहबा ऊंचा बोलो या शागे उब अल्लाह की कसम या शागे उब अल्लाह की कसम नबियों में गयो चमका जिब्रील बिदर के गुलाम जिब्रील बिदर के गुलाम या शागे उब या शागे उब या शागे उब अल्लाह की कसम नबियों में गयो चमका जिब्रील बिदर के गुलाम जिब्रील बिदर के गुलाम या शागे उब अरे तकबीर। ഇനി ബുർദക്ക് ശേഷം കർണാടക യാത്രയിൽ മൊയ്നുദ്ദീൻ പാടിയ പാട്ട് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾക്കണോ? കേൾക്കണ്ടേ? ഏഴ് ഭാഷ, 8 ഭാഷ. മാഷാ അല്ലാ, സുബ്ഹാനല്ലാ. ഇപ്പൊ തന്നെ കേൾക്കണല്ലേ? ബുർദ കുറച്ചും കൂടെ ചെല്ലാനുള്ളൂ. അപ്പൊ എന്നിട്ട് കേട്ട പോരെ? ഇൻഷാ അല്ലാ. ഇനി ജന്മദിനം നമ്മൾ കൊണ്ടാടാണല്ലേ? കർണാടക യാത്രൻ്റെ മുട്ടുകാരനുണ്ട്. ബിസ്മില്ലാ. أبان مولده عن طيب عنصره يا طيب مبتدئ منه ومهتدم يوم تفرس فيه الفرس أنهم قد أنذروا بحلول البؤس والنقم وبات إيوان كسرى وهو منصدر
ഉറുപ്പ്യക്ക് നിങ്ങൾ ഈ തേന് 100 ഉറുപ്പ്യക്ക് ആവശ്യക്കാർ വാങ്ങി കൊണ്ടുപോകുക. ഒരു കുപ്പിക്ക് 100 ഉറുപ്പ്യ മതി. ഇവിടെ ജോലിക്ക് പോയാൽ എത്ര കാശ് കിട്ടും? 500 ഇല്ലേ പണിക്കൂലി ഇല്ലേ? 700 800 ഒക്കെ അയക്കണം. അതിൽ 100 രൂപ മതി. കൈ പൊക്കണമെങ്കിൽ അള്ളാഹു താല കഴിവ് തരണം. താത്താൻ അള്ളാഹു താല കഴിവ് തരണം അല്ലേ? ജോലിക്ക് പോകാൻ കഴിവ് തരണം. ഭക്ഷണം കഴിച്ചാൽ അതിങ്ങോട്ട് ദഹിപ്പിക്കണം അള്ളാഹു താല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അള്ളാഹു താല നമുക്കൊക്കെ നല്ലതിന് തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്വലാത്തിൻ്റെ വിഷയം പറഞ്ഞു. നമ്മുടെ നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലണമെന്ന്. അതിനിടയ്ക്ക് ഒറ്റ കാര്യം കൂടെ പറയാണ്ട്, അതെല്ലാ സ്റ്റേജിലും പറയുന്നതാ. നിങ്ങൾ ഗീബത്ത് പറയലുണ്ടോ? കുറ്റം പറയലുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലേ? ഇവിടെ ഈ ടൈറ്റ് പേരുണ്ടോ? ടൈറ്റ് പേര് എന്ന് മനസ്സിലായോ? ഉപ്പ ഇടുന്നൊരു പേരുണ്ടാക്കും, ഉമ്മ ഇടുന്നൊരു പേരുണ്ട്, അതിൻ്റെ അപ്പുറം വേറൊരു മോഡൽ പേര്, മേൽപ്പേരില്ലേ? അത് ഇവിടെ ഉണ്ടല്ലേ? അതൊക്കെ മറ്റാൾക്ക് ഇഷ്ടമാണല്ലേ? അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ നാവ് കൊണ്ട് ഗീബത്ത് പറയൂല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ സന്തോഷിക്കാൻ കഴിയും. നാവ് വരിഞ്ഞിട്ട് തല ഒന്നാകെ ചുറ്റിയിട്ട് ഖബറിൽ നിന്ന് കണ്ടവരുണ്ട്. അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ.